നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ PSCയുടെ വാർത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഒക്ടോബർ 15 വരും എന്ന് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഡിഗ്രി ലെവലിൽ ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് വന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വന്നു. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു പ്രിലിംസ് ആയിട്ട് ഏപ്രിലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ കുറവ് സമയം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു 6 months സമയം കാണും പ്രിലിംസിന്, അത് കഴിഞ്ഞിട്ടൊരു 3 months കാണും മെയിൻസിന്. അപ്പം നമുക്ക് തോന്നും 6 months എന്ന് പറയുന്നത് കുറേ അധികം സമയമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് സമയം പോകുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവർ, കുഞ്ഞുങ്ങളുള്ളവർ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ, അങ്ങനെയുള്ളവർക്ക് വളരെ കുറവാണ് സമയം. എന്നെ സംബന്ധിച്ച് വളരെ കുറവാണ് സമയം. അപ്പം നമുക്ക് സമയം പോകുന്നത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദിവസവും, അതായത് ഒരു 3 months ടാർഗറ്റ് ആദ്യം വെക്കുക, ഒരു സിലബസിൻ്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ബാക്കി 3 months, അങ്ങനെ ഓരോ നിമിഷവും ഓരോ ദിവസവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എന്തായാലും നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യം മാത്രമേ PSC അറിയിച്ചിട്ടുള്ളൂ. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന വളരെയധികം നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, ബെക്കോ, LDC, VFA, ഇങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. എന്നാലും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000-ന് മേലെ, നിങ്ങളുടെ റാങ്ക് 1000 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടും. അത്രയധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ എന്തായാലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാനിപ്പോൾ രാവിലത്തെ ഒരു PYQs ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞവിടെ കളിക്കുന്നുണ്ട്. 9:30 to 10:30 ഞാൻ PYQs ചെയ്യും. ഇംഗ്ലീഷും മലയാളവും ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. 10 എണ്ണം വെച്ച് ചെയ്യും. പിന്നെ ഡെയിലി മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഡെയിലി വൊക്കാബുലറി എഴുതാറുണ്ട്. അത് ടെലഗ്രാം ചാനലിൽ നിന്നാണ് എഴുതുന്നത്. ഞാൻ ഏതൊക്കെ ബുക്സാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏത് ടെലഗ്രാം ചാനലാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ബുക്സിൻ്റെ കാര്യം ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്പോൺസേഡായിട്ട് പറയുന്നൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബുക്സ് നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. ഏറ്റവും നല്ല ബുക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് PYQ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പകൽ സമയത്ത് അങ്ങനെ ഇരുന്ന് പഠിക്കാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല. അവൾ ഉറങ്ങുന്ന സമയത്ത് പഠിക്കാമെന്ന് വിചാരിച്ചാലും അവൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയത് 11:30 ആയപ്പോഴാണ്. 11:15 ആയപ്പം കുഞ്ഞുറങ്ങി. അതിന് ശേഷമാണ്. അപ്പോൾ SCRT ആണ് ഇപ്പോൾ മെയിനായിട്ട് 10 to 5 വരെയുള്ള SCRTയും +1 +2 സെലക്റ്റഡ് ചാപ്റ്റേഴ്സും പഠിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 2 months കൊണ്ട് 2.5 months കൊണ്ട് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ പഠിക്കാനിരുന്നത് ക്ലാസ് 10-ലെ ചാപ്റ്ററാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. ഇതിനകത്ത് 1857 റിവോൾട്ടാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അതാണ് പഠിക്കാനിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് കേൾക്കും. ഇപ്പം SCRT ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ക്ലാസ് കേൾക്കും. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ നോട്ട്സ് എഴുതും. അപ്പം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും ഫുൾ നോട്ട്സ് എഴുതി പഠിക്കുകയും ചെയ്തു. ഇതിന് ശേഷം പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പാഠം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. ഒരു സയൻസിൻ്റെ പാഠവും ഒരു സോഷ്യലിൻ്റെ പാഠവും, അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. സ്പീഡ് കൂട്ടണം. കുറേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പെൻഡിങ് ആയിട്ടുള്ളതെല്ലാം എഴുതിയിട്ട് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 months 2.5 monthsനുള്ളിൽ എന്തായാലും തീർക്കണം. അപ്പം 1857 റിപ്പോർട്ട് എന്ന് പറയുമ്പം കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലത്ത് ആരൊക്കെ നേതൃത്വത്തിലാണ് നടന്നത് എന്നൊക്കെയുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ എഴുതി. അതിനുശേഷം ഇനി ഞാൻ പഠിക്കാനിട്ടിരിക്കുന്നത് കെമിസ്ട്രിയുടെ 10ാം ക്ലാസ്സിലെ ഒരു പാഠമാണ്. അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞ പാഠമാണ്. കെമിസ്ട്രി 10ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമാണ് അലോഹ സംയുക്തങ്ങൾ. അപ്പം അതാണ് പിന്നെ പഠിച്ചത്. അപ്പം ഏകദേശം ഒരു 1:30 ആയപ്പോഴാണ് അലോഹ സംയുക്തം പഠിക്കാനിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മണി കഴിയും അത് പഠിച്ച് തീരുമ്പോഴത്തേക്കും. കാരണം കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ടെക്സ്റ്റ്, SCRT ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇത് എണ്ണ വെച്ച് അതിലേക്ക് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, എന്നിട്ട് ഒരു ഡാഷ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനൊരു ക്ലാസ് കേൾക്കും. ലക്ഷ്യയുടെ ഒരു ക്ലാസ്സാണ് കേട്ടത്. ലക്ഷ്യയുടെ ഒരു SCRT ടർബോ സീരീസ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു മാമിൻ്റെ ക്ലാസ്സാണ്, സൂപ്പർ ക്ലാസ്സാണ്, അതാണ് കേട്ടത്. ഞാൻ അതിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ആ ക്ലാസ്സിൻ്റെ ഒരു ഇത്. അപ്പം സൂപ്പർ ക്ലാസ്സാണ്. അപ്പോൾ ഈ പാഠം ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടുവച്ചാൽ മതി. അങ്ങനെ അതും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ വളരെ രാത്രിയായി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്ന സമയത്ത് ഞാനിങ്ങനെ പല പല മുഖങ്ങൾ ആലോചിച്ചു. അതായത് നമുക്ക് ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമല്ലോ. നമ്മൾ നാണം കെട്ട് പോകുന്ന, അല്ലെങ്കിൽ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ
നാണം കെട്ട് പോകുന്ന അങ്ങനത്തെ സന്ദർഭങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് കുറേ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പോൾ അവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് ഊർജ്ജം വരും. പിന്നെ അതുമാത്രമല്ല, എനിക്ക് 2 മുഖങ്ങൾ, എൻ്റെ പേരൻസിൻ്റെ സിംഗിൾ ഗേൾ ചൈൽഡാണ് ഞാൻ. അപ്പം അവരെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മയെ പറ്റി മെയിനായിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് പഠിക്കാനായിട്ട് നല്ല ഊർജ്ജമാണ്. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ അതിൻ്റെ തളിർത്ത് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഗോൾസിലേക്ക് ഇപ്പോൾ എനർജി പകരുക. അങ്ങനെ എനർജി പകരുമ്പോഴത്തേക്കും നമ്മുടെ ഗോൾസ് നമുക്കൊരു ദിവസം എന്തായാലും ഉറപ്പായിട്ടും സാക്ഷാത്കരിക്കാനായിട്ട് പറ്റും. ചേഞ്ച് ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ ചേഞ്ച് എന്തായാലും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഒരു 3 മാസം കൂടെ ഉള്ളൂ. അപ്പം എൻ്റെ വിഷൻ ബോർഡിലെ 1-2 കാര്യങ്ങളൊക്കെ നടന്നു, ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് നടത്തണം. പക്ഷേ അതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 3 മന്ത്സ് എന്നെ തന്നെ കുറച്ചും കൂടി ഡിസിപ്ലിൻഡും കൺസിസ്റ്റൻറ്റും ആക്കുക, ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ബിക്കോസ് അടുത്തൊരു 3 മാസം കഴിഞ്ഞാൽ 2026 ആകും, അടുത്തൊരു വർഷമാകും. അടുത്ത വർഷമാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയധികം എക്സാംസ് വരുന്നു. 27 എന്തായാലും ഒരു ലിസ്റ്റിൽ എനിക്ക് കയറണം. ലിസ്റ്റിൽ കയറിയാൽ പോരാ, അഡ്വൈസ് മേടിച്ചിരിക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു പരീക്ഷ എന്നൊക്കെ പറയുന്നത് 2028 ഒക്കെയാണ് മെയിനായിട്ടുള്ള എക്സാംസ് എല്ലാം വരുന്നത്. അത്രയും വർഷങ്ങൾ കളയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇല്ല. ഇനി കുഞ്ഞു വലുതായി വരുന്നു, അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങും. അപ്പോൾ അതിനൊക്കെ മുന്നേ എന്തായാലും എനിക്കൊരു ഗവൺമെൻറ് ജോലി തന്നെ മേടിക്കണം. അതൊരു വാശിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില മുഖങ്ങൾ, നമ്മളെ വേദനിപ്പിച്ച ചില മുഖങ്ങളെ പറ്റി ആലോചിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഭയങ്കര നല്ല സൂപ്പർ ഊർജ്ജം വരും. സോ പിന്നെ എനിക്ക് സമയമില്ലാത്തവരോട്, അതായത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കുഞ്ഞുങ്ങളുള്ള അമ്മമാർ കമൻറ്റ് ചെയ്യാറുണ്ട്. 6 മാസമുള്ള കുഞ്ഞുമായിട്ടാണ് പഠിക്കുന്നത്, 1.5 മാസമുള്ള കുഞ്ഞുമായിട്ട് പഠിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എത്ര സമയം ഇല്ല എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എത്ര സമയമുണ്ട്. ഓക്കെ, ഒരു ദിവസം എനിക്ക് ബാക്കി എല്ലാവരും പഠിക്കുമായിരിക്കുമല്ലോ, എനിക്ക് സമയമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കൂ. ഓക്കെ, എനിക്ക് 9:30 തൊട്ട് 10:30 വരെ 1 മണിക്കൂറുണ്ട്, ഞാനിതിൽ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെ ആലോചിക്കാം. അങ്ങനെ നമ്മുടെ തോട്ടിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് പോകാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ.